ഇസ്ലാമിലേക്ക് കടന്നു വരും. ഏറ്റവും വലിയ ഉദാഹരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ, നബിതങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനിന്റെ അനുയായികളെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യനുണ്ട്. നബിതങ്ങളുടെ കാലഘട്ടം എടുത്ത് വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ, ഒരുപാട് മുസ്ലിമീങ്ങളെ എന്തിനാ മുത്തുനബിയെ കൊല്ലാൻ നോക്കിയ ഒരു മനുഷ്യനുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനെ 2 പ്രാവശ്യം കൊല്ലാൻ നോക്കിയ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. അവിടെ നിന്ന് ഹദീസിൽ കാണാം, സുമാമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അത് യമനിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 വട്ടം കൊല്ലാൻ നോക്കി. അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നബി തങ്ങളെ. അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നു. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞവനാ സുമാമ. അവന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞേക്കാൻ. അവന്റെ ഉപദ്രവം അത്രത്തോളം കഠിനമായപ്പോ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ആരുടെ കയ്യിൽ കിട്ടിയാലും അവനെ കൊന്നേക്കണം. കാരണം അവൻ അത്രയും വലിയ ഉപദ്രവ ചെയ്തേ. അങ്ങനെ സഹാബത്ത് ഇവനെ തെരഞ്ഞു നടക്കുക. സുമാമയെ തെരഞ്ഞുകൊണ്ട് സഹാബാക്കൾ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാലോ, ഓനെങ്ങനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ, ആ സമയത്ത് ഒരു മനുഷ്യൻ മദീനയിലൂടെ ഇങ്ങനെ പോകുന്നു. മദീനയിലൂടെ ഒരു അസമയത്ത് രാത്രിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. അവനെ പിടിച്ചു നിർത്തിയിട്ട് സഹാബത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കള്ളമാണെന്ന് മനസ്സിലായി. ഇവൻ പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് മനസ്സിലായി. അപ്പൊ ഇവന്റെ പ്രവർത്തനങ്ങളിലും ഇവന്റെ മറുപടിയിലും സംശയം തോന്നിയ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ കൊണ്ടുവന്ന മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിട്ടു. അങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്ന് സംശയമായത് കാരണം രാത്രി അസമയത്ത് കിട്ടിയ ഒരുത്തൻ ശത്രുവാണ്, അവനെ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടു. സുബഹി നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വന്നപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയെ, ഇന്നലെ രാത്രി അസമയത്ത് ഒരു മനുഷ്യനെ മദീനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവൻ പറയുന്നത് മുഴുവനും കള്ളമാ. അവൻ ഇസ്ലാമിനെതിരാണ് നബിയെ. അവൻ ഇസ്ലാമിന്റെ ശത്രുവാണ്. അവനെ കൊണ്ടുവന്ന് പള്ളിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി, ആരാ അല്ലാഹ് ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നത് ആരാ? നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നവൻ ആരാന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഈ മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ? സ്വഹാബ, ഇവനാണ് സുമാമ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് പലരും ഇങ്ങനെ വാളിലേക്ക് കൈവക്കുകയാണ്. അവരുടെ ഉറയിൽ കിടന്ന് വാളിലേക്ക് കൈവക്കുകയാണ്. എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവന്റെ തലപെട്ടാൻ എനിക്ക് അല്ലാഹുവിന്റെ റസൂലും അനുവാദം തന്നിരുന്നെങ്കിൽ എല്ലാവരുടെയും ശരീരം ഇങ്ങനെ കോരിത്തെരിക്കുകയാണ്. കാരണം അവൻ അത്രത്തോളം ഉപദ്രവിച്ചവനാണ്. നബി തങ്ങളെ പോലും കൊല്ലാൻ പോയവനാണ്. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നവനാണ്. അവനെയാണ് പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബ, ഒരാളും തൊട്ടുപോകല്ല. സ്വഹാബ, ഒരാള് പോലും സുമാമയെ തൊട്ടുപോകാൻ പാടില്ല. അള്ളാന്റെ റസൂലിന്റെ മറുപടിയാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് നിങ്ങൾ കടിക്കാൻ ഭക്ഷണം കൊടുക്കണേ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആടിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണേ. സഹാബ, ദഹിച്ചില്ലടോ സഹാബത്തിന്. അള്ളാന്റെ റസൂല് പറയുന്നത് കേട്ടപ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവനെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ നിന്ന്
ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്ക്, അവന് കുടിക്കാൻ പാല് കൊണ്ടുവന്ന് കൊടുക്ക്. നബി തങ്ങളുടെ കൽപ്പനയാണല്ലോ. സ്വഹാബത്ത് അവിടുന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല. പടച്ചവനെ, ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു